ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പൂസ് വ്ലോഗ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പം നമ്മളീ പോകുന്നത് റോസ്മലയിലോട്ടാണ്. നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടാണ് റോസ്മല. നമ്മൾ ആദ്യം പോയത് പാണ്ഡവം പാറ, അവിടെ നിന്ന് നേരെ നമ്മൾ റോസ്മലയിലാണ് പോകുന്നത്. ചെന്തുരുത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന പ്ലേസ് ആണ് റോസ്മല. കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് വരുന്നത്. ആര്യനാടിന് അടുത്താണ് ഈ പ്ലേസ്. പിന്നെ നമ്മുടെ താഴത്തെ ജംഗ്ഷനിൽ നിന്ന് മേലെ റോസ്മലയിൽ പോകാൻ വേണ്ടി ഏകദേശം 12 കിലോമീറ്റേഴ്സാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ആ ഒരു പ്ലേസ്. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയിൽ അതിൽ പോകാൻ പറ്റത്തില്ല, പോളോയാണ്. അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസോ ഉള്ള നല്ല വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഓഫ് റോഡ് പോലത്തെ വണ്ടി ആയതുകൊണ്ട് കുറേ ദൂരവും പിന്നെ അല്ലാതെയൊക്കെ റോഡ് ഭയങ്കര മോശവും. ഈ ഓഫ് റോഡ് പോലത്തെ റോഡാണ്. അതുകൊണ്ട് ഞാൻ താഴ്ന്ന ജീപ്പാണ് എടുത്തത്. 1200 ആണ് ഞാൻ ജീപ്പിന് പേ ചെയ്തത്. പിന്നെ ഉല്ലാസയാത്രയുടെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഇവിടെ സർവീസ് ഉണ്ട്. തമ്പാനൂരിൽ നിന്ന് രാവിലെ 8:30, 9:30, 12:30 ആ ടൈമിലാണ് വരുന്നത്. അവിടെ നിന്ന് ഏകദേശം വന്ന് ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് സമയമൊക്കെ തന്നിട്ട് തിരിച്ച് നമ്മളെ തമ്പാനൂർ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. ഇതല്ലാണ്ട് KSRTC മറ്റേ സർവീസ് ഉണ്ട്. കാരണം റോസ്മലയിലോട്ട് കയറുന്നതിൻ്റെ ഒരു 1/4 പോർഷനോളം മറ്റേ സാധാരണക്കാരായ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് KSRTC ബസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇതൊരു കാടല്ലേ, അപ്പം ഇതിൻ്റെ അകത്ത് മൃഗങ്ങളുണ്ടോ, ഏതൊക്കെ മൃഗങ്ങളാണ് ചേട്ടൻ കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ചേട്ടൻ പറയാം, ഇതിൻ്റെ അകത്ത് സിംഹം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സിംഹം മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ചേട്ടൻ കരടിയൊക്കെ കണ്ടിട്ടുണ്ടെന്നാ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇടയ്ക്കൊരു ന്യൂസ് വന്നില്ലായിരുന്നോ, ഒരു സഞ്ചാരി ഇതുവഴി പോയപ്പം കാട്ടുപോത്തിനെ കണ്ട് പേടിച്ച് കാട്ടിലോട്ട് ഓടിക്കേറി 17 മണിക്കൂർ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് ഇതുവഴി പോകുന്ന ആൾക്കാർ ഫോട്ടോസ് എടുക്കാനൊക്കെ വഴിയിൽ നിർത്തുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, സേഫ്റ്റിയാണ് മുഖ്യം, ഫോട്ടോസ് അല്ല മുഖ്യം. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കയറാവുള്ളൂ. ഇത് കണ്ടോ, അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ റോസ്മലയിലോട്ട് കയറുവാണ്. നമ്മളിവിടെ നേരെ ജീപ്പിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. ഇവിടെയും കുറേ പാറക്കല്ലുകളാണ്. ഇന്നത്തെ ദിവസം ഫുൾ പാറക്കല്ലിൻ്റെ മേലെ കയറുന്നത്. പാറക്കല്ലിൽ കയറുമ്പോൾ ഞാൻ കിതയ്ക്കുന്നുണ്ടെങ്കിലും പക്ഷെ നല്ല തണുത്ത കാറ്റാട്ടോ, അല്ലാണ്ട് വെയിലൊന്നുമില്ല. ഒരു 200 മീറ്ററേ ഉള്ളൂ. പക്ഷേ ഞാൻ കിതയ്ക്കും, പക്ഷെ എനിക്കിഷ്ടമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഇച്ചിരി വെയിലുള്ളത് കൊണ്ട് നല്ല ടാനായി കേട്ടോ ബോഡി. ഏകദേശം 1 വീക്ക് കൂടുതൽ എടുത്തു ആ ടാൻ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ ടാൻ എടുത്താലും ശരി, നമ്മൾ ആ മേലെയുള്ള വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിന് ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണത്. നമുക്ക് ഒത്തിരി നല്ല വ്യൂവും ഒത്തിരി മനസ്സിൽ ഭയങ്കര സന്തോഷം തരുന്നതുകൊണ്ട് നമ്മൾ ഇനി എത്ര വെയിലും ഉണ്ടാലും അതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ ഉരുള കല്ലുകളാണെങ്കിലും കുറച്ച് വീതിയുണ്ട്. നമ്മൾ പാണ്ഡവം പാറ കയറിയ പോലെ ചെറിയ ചെറിയ കല്ലുകളല്ല. ഇവിടെ റോസ്മല എന്ന് പേര് വരാൻ വേണ്ടി 2 കഥകളാട്ടോ ഞാൻ കേട്ടത്. ഒന്ന്, മേലെന്ന് താഴോട്ട് നോക്കുമ്പോൾ റോസിന്റെ ഇതളുകൾ വീണ ഒരു തടാകം പോലെ, അല്ലെങ്കിൽ ആ ഐലൻഡുകൾ ഉണ്ട്, അതൊക്കെ റോസിന്റെ ഇതളുകൾ വീഴുന്നത് പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് റോസ്മല എന്ന പേര് വന്നത് എന്നൊരു കഥയുണ്ട്. രണ്ടാമത്, ഇവിടെ ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷ് പ്ലാന്റർ റോസ്മലയിലോട്ട് വന്നത്, ആ പ്ലാന്ററിന്റെ വൈഫിന്റെ പേര് റോസ്ലിൻ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു പേരുമായിട്ട് സാമ്യം വരാൻ വേണ്ടിയിട്ടാണ് റോസ്മല എന്ന പേരിട്ടതെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകേൾവിയുള്ള കഥകളാണ്. ഇനി ഇതല്ലാണ്ട് വേറെയും കഥകളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് ഈ വ്യൂ കുറേ നേരം ആസ്വദിച്ചിട്ട് ഈ സെയിം സ്പോട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി. ആ ഒരു സ്കൈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ആ ഫോട്ടോസ്. ഇത്രയും ദൂരം നമ്മൾ കയറി വന്നത്, ജീപ്പിൽ ട്രാവൽ ചെയ്ത് ആ കല്ലിലെല്ലാം ചവിട്ടി മേലെ കയറി വന്നത് ഇത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ അല്ലേ? കുറേ ഗ്രീൻ ഷെയ്ഡ്സും പിന്നെന്താ
അവിടെ കുറെ ഐലൻഡുകൾ ഇങ്ങനെ കുറെ റോസിന്റെ ഇതളുകൾ ഇങ്ങനെ വീണാണക്കല്ലേ കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയല്ലേ. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡല്ലേ വന്നേക്കുന്നത്. ഡാർക്ക് ഗ്രീൻ, ഒരു ബ്ലൂയിഷ് കളറൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡല്ലേ വന്നേക്കുന്നത്. പിന്നെ കാർമേഘങ്ങൾ നോക്കി, കാർമേഘങ്ങൾ മലയുടെ മേലിൽ ഇങ്ങനെ മുട്ടിയുരുമ്പി ഇങ്ങനെ പോവല്ലേ. ഇപ്പം കറക്റ്റ് ഇവിടെ 3 മണിയാട്ടോ. പക്ഷേ ഒത്തിരി വെയിലില്ല, ചെറിയ വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. വരുന്ന വഴിയിലൊന്നും അധികം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റ് 50 രൂപയാണ്. പിന്നെ ഒന്നീ കയ്യിൽ കാശ് കരുതുക, അല്ലെങ്കിൽ കാർഡ് എടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഭയങ്കര പ്രശ്നമാണ്. ഐഡിയക്ക് ഇവിടെ റേഞ്ച് ഉണ്ട്, എയർടെലിന് ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല. ഞാൻ പോയ പൊന്മുടിയിലാവട്ടെ, ഇതുപോലുള്ള വേറെ കുറേ സ്ഥലങ്ങൾ പോയപ്പോഴൊന്നും എയർടെലിന് ഒട്ടും റേഞ്ച് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എയർടെലിന് എല്ലാ സ്ഥലത്തും റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു സ്ഥലത്തും എയർടെലിന് റേഞ്ച് കിട്ടിയില്ല. പക്ഷേ എൻ്റെ മോളുടെ കയ്യിൽ സിം ഉള്ളത് ഐഡിയയുടെ ആയിരുന്നു, അതിന് പക്കാ റേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ഐഡിയക്ക് റേഞ്ച് ഇല്ല, എയർടെലിനാണ് റേഞ്ച് ഉള്ളത്. അത് കാരണം ഞങ്ങളെല്ലാം പോർട്ട് ചെയ്ത് എയർടെലിലോട്ടാക്കിയത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എല്ലാം ഐഡിയക്കായിരുന്നു റേഞ്ച്. ആക്ച്വലി ഏകദേശം നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ജീപ്പിൽ ഒരു 13 കിലോമീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിന് ഏകദേശം ജീപ്പിന് ഇവിടം വരെ വരാൻ വേണ്ടി 1200 ആണ് ചാർജ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്ന ഉരുളക്കല്ലുകളുണ്ടല്ലോ, അത് ഏകദേശം ഒരു 200 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കയറി നമ്മളിതാ ഇവിടെ എത്തിയത്. ഇത്രയും നല്ല വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ മലയുടെ മേലെയുള്ള കാർമേഘവും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്? കളോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ മനസ്സിൽ പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോഴേക്കും കുറേ ആൾക്കാർ പിന്നെയും കയറി വരുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, കപ്പിൾസ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ചേട്ടൻ പറഞ്ഞതാണ്, ഇതൊരു കാടാണല്ലോ, ഈ കാടിൻ്റെ അകത്ത് 5 ടൈഗേഴ്സ് ഉണ്ട്. മേ ബി ഈ സ്ഥലം ഫ്യൂച്ചറിൽ ടൈഗറിനെ സംരക്ഷിക്കുന്ന സ്ഥലമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്താണ് പ്രസൻറ്റ് കണ്ടീഷൻ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ ഈ സ്ഥലത്തോട്ട് വരാൻ നിൽക്കാവുള്ളൂ. ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം. നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും കാല് നനയ്ക്കാനും ഒക്കെ ഉള്ള അരുവികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മൾ കാട്ടിനുള്ളിലാണ് നിൽക്കുന്നത്, സേഫ്റ്റിയാണ് മുഖ്യം. അപ്പോൾ ഭയങ്കര തണുപ്പായിട്ടോ വെള്ളം. ഞങ്ങൾ ജസ്റ്റ് കാലൊന്നും നനച്ചതേ ഉള്ളൂ, ഭയങ്കര തണുപ്പായിരുന്നു. ഐസിൽ കൊണ്ടുവന്ന് കാല് വെച്ചതാണ് കൊണ്ടായിരുന്നു. നല്ല സുഖമുള്ളൊരു തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ കുറച്ച് നേരം നിന്ന് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട്.